ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പം, അതായത് ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബാക്ടീരിയകളുടെ പ്രസൻസ് ഉണ്ട്, നല്ല ബാക്ടീരിയകളുടെ പ്രസൻസ് ഉണ്ട്. അതായത് നമ്മുടെ മൂക്കിലായാലും വായയുടെ ഉള്ളിലായാലും തൊണ്ടയിലായാലും കുടലുകളിലായാലും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ, അതായത് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ഡൈജഷനെ സഹായിക്കാനും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ബാക്ടീരിയകൾ. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ നല്ല ബാക്ടീരിയകൾ കൂടി നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗട്ട് ഫ്ലോറ എല്ലാം മാറുകയും നമുക്ക് ചിലപ്പോൾ ചെറിയ വയറിളക്കം, പ്രത്യേകിച്ച് പെൻസിലിൻ ബേസ്ഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിരുന്നവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ചെറിയ വയറിളക്കം പോലെ വരുന്നു. വേറെ ചില ആൻറ്റിബയോട്ടിക്കിനാണെങ്കിൽ വയറ് എരിച്ചിൽ പോലെ വരുന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിന് അതിൻ്റേതായിട്ടുള്ള നല്ല ബാക്ടീരിയനെ നശിപ്പിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അതല്ലാതെ ഒരു മരുന്ന് എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ സൈഡ് ഇഫക്ട്സും ചില ആൻറ്റിബയോട്ടിക്കുകൾക്കുണ്ട്.